Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE +2 ഫിസിക്സിൻ്റെ ബോർഡ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയിലേക്ക് പോയല്ലോ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതായത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, ദെൻ കറണ്ട്, ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇത്രയും പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നോക്കാൻ പോകുന്നത് ഈ 3 ചാപ്റ്റേഴ്സിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ബോർഡ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കുന്നത് ഇന്ന് സെപ്റ്റംബർ 2022 ചോദിച്ചിട്ടുള്ള ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, MCQ ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു കൂളംസ് ലോ വിച്ച് ഈസ് ദ കറക്റ്റ് റിലേഷൻ ഫോർ ദ ഫോളോയിങ് ഫിഗർ. അതായത് ഒരു ഡയഗ്രം നമുക്ക് തന്നിട്ടുണ്ട്. അതായത് അവിടെ Q1 Q2 ഉണ്ട്, ദെൻ F12 F21 എന്ന് പറയുന്ന 2 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡയറക്ഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. അതായത് F12 എന്ന് പറഞ്ഞാൽ Q1 ചാർജിൽ Q2 ചാർജ് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. എന്നാൽ F21 എന്ന് പറഞ്ഞാലോ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ Q2 ഡ്യൂ ടു Q1 ആണ്. അവ രണ്ടും ഏത് ഡയറക്ഷനിലാണ്? സെയിം ഡയറക്ഷനിലേക്കാണ് വരുന്നത് അല്ലേ. സോ ദേ ആർ അട്രാക്റ്റിങ് ഈച്ച് അതർ. അത് നമുക്ക് ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഒന്ന് Q1 Q2 ഗ്രേറ്റർ ദാൻ 0, B Q1 Q2 ലെസ് ദാൻ 0, ദെൻ C Q1 Q2 ഇസ് ഈക്വൽ ടു 0, ദെൻ D I ഈസ് ഗ്രേറ്റർ ദാൻ Q1 ബൈ Q2 ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയാണ് ആൻസർ കാണാൻ പറ്റുക? അതായത് 2 ഫോഴ്സുകളുണ്ട്. ആ 2 ഫോഴ്സുകൾ എന്താ ചെയ്യുന്നത്? പരസ്പരം അട്രാക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ചാർജ് എങ്ങനെയായിരിക്കണം? അതായത് 2 ചാർജസ് അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി അൺലൈക്ക് ചാർജസ്. സോ Q1 ആൻഡ് Q2 ഷുഡ് ബി അൺലൈക്ക് ചാർജസ്. അപ്പോൾ അവിടെ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആവുക? യെസ്, അൺലൈക്ക് എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവും നെഗറ്റീവും ആണ്. സോ ദ ടോട്ടൽ വിൽ ബി നെഗറ്റീവ്. സോ Q1 Q2 വിൽ ബി ലെസ് ദാൻ 0. സോ ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് Q1 Q2 ലെസ് ദാൻ 0. ക്ലിയർ? സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ദാറ്റ് ഈസ് Q1 Q2 ഈസ് ലെസ് ദാൻ 0. ദ എക്സ്പ്ലനേഷൻ ഈസ് ഓൾസോ given here. Okay. The next question is, the electric potential on the axis of an electric dipole at a distance r from its center is V. Then the potential at a point at the same distance on its equatorial line will be, the options are 2 volt, then B minus V, then C V by 2 and D 0. Our question 2022 സെപ്റ്റംബറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് കാണാൻ പറ്റുക? ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ഓൺ ദി ആക്സിൽ ലൈൻ ഓഫ് എൻ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് V ആണ്. അങ്ങനെയാണെങ്കിൽ സെയിം ഡിസ്റ്റൻസിൽ ഉണ്ടാവുന്ന ഇക്വറ്റോറിയൽ പോയിന്റിൽ എത്രയായിരിക്കും പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ആൻസർ കാണാൻ പറ്റുക? അതായത് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ആർ തീറ്റ എന്നുള്ളത് നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ. V ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു P കോസ് തീറ്റ ബൈ R² ആണ്. അപ്പോൾ അവിടെ P എന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻ്റ് ആണ്. ഇനി തീറ്റയുടെ വാല്യൂ ആക്സിൽ ലൈൻ ആകുമ്പോൾ എത്രയായിരുന്നു? 0 ഡിഗ്രി ആയിരുന്നു. ഇനി ഇക്വറ്റോറിയൽ ലൈൻ ആകുമ്പോൾ തീറ്റയുടെ വാല്യൂ എത്രയായിട്ട് മാറും? 90 ഡിഗ്രിയാണ് വരിക. അപ്പോൾ അതിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി നോക്കൂ. KP കോസ് 90 ഡിവൈഡഡ് ബൈ R². അപ്പോൾ എത്രയായിരിക്കും വരിക? കോസ് 90 എന്ന് പറയുമ്പോൾ 0 ആണ് അല്ലേ. സോ V വിൽ ബി ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഓപ്ഷൻ D ഈസ് ദ കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് 0 വിൽ ബി ദ ആൻസർ. The next question is also asked in the year 2022 September. The question is, the temperature dependence of resistivity of materials A and material B is represented by figure 1 and figure 2 respectively. Identify material A and B. അതായത് ഇവിടെ 2 ഡയഗ്രാംസ് തന്നിട്ടുണ്ട്. അതിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ ആണ് തന്നിട്ടുള്ളത്. ഇനി we have to find the materials A and B. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ A, material A is copper and material B is germanium.
Option D, material A is germanium and material B is copper. Option C, material A is nichrome and material B is germanium. Option D, material A is copper and material B is nichrome. So from the graph we have to find the materials A and B. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു കേസിൽ, അതായത് ഫസ്റ്റ് കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റിവിറ്റി എന്താ ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ കേസിലോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ എന്താ സംഭവിക്കുക, റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്, അതായത് റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. എന്നാൽ സെമി കണ്ടക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, യെസ്, റെസിസ്റ്റിവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, സെമി കണ്ടക്ടർ ആയിരിക്കും. ഇനി നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് കേസിലുള്ളത് എങ്ങനെയാണ് നോക്കി നോക്കാം. അതായത് റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റൽ, അതായത് കോപ്പറാണ് തന്നിട്ടുള്ളതെങ്കിൽ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചറാണ്. കാരണം കോപ്പർ എന്ന് പറയുന്നത് എന്താണ്, കണ്ടക്ടറാണ്. അപ്പോൾ അവിടെ മെറ്റീരിയൽ ബി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, കോപ്പറാണ്. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. കോപ്പറാണ് മെറ്റീരിയൽ ബി എന്ന് പറയുന്നത്. ഇനി മെറ്റീരിയൽ എ ഏതാണെന്ന് നോക്കണ്ടേ. അതായത് റെസിസ്റ്റിവിറ്റി ഓഫ് സെമി കണ്ടക്ടർ, അതായത് ജെർമേനിയം, ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ അല്ലേ. സോ മെറ്റീരിയൽ എ ഇസ് ജെർമേനിയം. അപ്പോൾ ഓപ്ഷൻ ഏതാണ്, യെസ്, ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അതായത് മെറ്റീരിയൽ എ ഇസ് ജെർമേനിയം ആൻഡ് മെറ്റീരിയൽ ബി ഈസ് കോപ്പർ. ക്ലിയർ? ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ ഫ്രം ദ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ. The question is, the electric potential V as a function of distance x is shown in the figure. അപ്പോൾ നമുക്കിവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ടേക്കൺ അലോങ് y ആക്സിസ് ആൻഡ് ഡിസ്റ്റൻസ് x ഈസ് ടേക്കൺ അലോങ് x ആക്സിസ്. അതിൻ്റെ ഗ്രാഫാണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് കാണാനുള്ളത്, the question is, the graph of the magnitude of electric field intensity E as a function of x is. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും അതുപോലെ തന്നെ ഡിസ്റ്റൻസും തമ്മിലുള്ള ഗ്രാഫുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ABCD എന്ന് പറയുന്ന ഗ്രാഫുകളിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ഗ്രാഫ് എന്നുള്ളതാണ് കാണാനുള്ളത്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ളൊരു റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു അല്ലേ. എന്തായിരുന്നു പൊട്ടൻഷ്യലും ഫീൽഡും തമ്മിലുള്ള റിലേഷൻ? ഈസ് ഈക്വൽ ടു -dV/dx ആണ്. ഓക്കെ, ഇനി ഫസ്റ്റ് കേസിൽ എങ്ങനെയാണ് വരിക, 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 ആണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ലോപ്പ് എങ്ങനെയായിരിക്കും കിട്ടുന്നത് നോക്കി നോക്കൂ. dV/dx എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്തിന് ഈക്വൽ ആയിരിക്കും, -Eക്ക് ഈക്വൽ ആയിരിക്കില്ലേ. അതായത് ഈസ് ഈക്വൽ ടു -dV/dx ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് dV/dx എന്ന് പറയുന്നത് എന്തായി, -E കിട്ടി. ഓക്കെ, ഇനി അടുത്ത കേസിലോ 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4 ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ലോപ്പ് എങ്ങനെയാണ് വരിക, പോസിറ്റീവാണ്. സോ dV/dx 0 ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും 0 ആയിരിക്കും കിട്ടുക. അടുത്ത കേസിലോ 4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 6 ആവുന്ന കേസിൽ സ്ലോപ്പ് പോസിറ്റീവാണ്. അതായത് dV/dx എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കും. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് +E ആയിരിക്കും. അപ്പോൾ ഇതിൽ വരുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ് നോക്കി നോക്കൂ. അതായത് ഈസ് ഈക്വൽ ടു -dV/dx എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏത് കേസിലാണ്, ഫസ്റ്റ് കേസിലാണ് അല്ലേ. അതായത് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, now we have a 5 mark question. The question is, 3 charges -Q, capital Q and -Q are placed at equal distances on a straight line. If the potential energy of the system of these charges is 0, then what is the ratio of Q is to Q, capital Q is to small q? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Second question is, obtain the expression for the electric field intensity due to a uniformly charged spherical shell of radius capital R at a point distant R from the center of the shell outside it.
അതാണ് ബി പാർട്ട്. അതിൽ ഒരു വൺ മോർ ക്വസ്റ്റ്യൻ ഈസ് ദ ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ വിത്ത് ആർ ഫോർ സ്മോൾ ലെറ്റർ ആർ ഗ്രേറ്റർ ദാൻ ആർ ആൻഡ് സ്മോൾ ലെറ്റർ ആർ ലെസ് ദാൻ ആർ. അതായത് ഈ രണ്ട് കേസസിലുണ്ടാവുന്ന ഗ്രാഫുകളാണ് ഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം. Now we can answer the questions one by one. The first question is 3 charges, അതായത് -q, +q and -q are placed at equal distances. അതാണ് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അവ ഈക്വൽ ഡിസ്റ്റൻസസിലാണ്. എക്സ് എന്ന് പറയുന്നതാണ് അവിടെ ഡിസ്റ്റൻസ് എടുത്തിട്ടുള്ളത്. ഇനി പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ എന്താണ്? അവയുടെ പൊട്ടൻഷ്യൽ എനർജി, അതായത് 3 സിസ്റ്റത്തിൻ്റെയും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ 0 ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ Q is to സ്മോൾ q ആണ് കാണാനുള്ളത്. ഓക്കെ, ഇവിടെ ചെയ്യാനുള്ളത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജികളുടെ സമ്മ് 0 ആണെന്നുള്ള കണ്ടീഷൻ ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ 3 ചാർജസിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ സം ഒന്ന് കാണാം. എങ്ങനെ കാണാൻ പറ്റും? കെ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. ചാർജസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് കേസിൽ -q +q ആണ്. ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഈസ് എക്സ് പ്ലസ് കെ ഇൻറ്റു ക്യാപിറ്റൽ Q ഇൻറ്റു -q ഡിവൈഡഡ് ബൈ എക്സ് രണ്ടാമത്തെ ചാർജായി പ്ലസ് k into -q ഡിവൈഡഡ് ബൈ 2x ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് 3 കൂടെ ആഡ് ചെയ്താൽ 0 ആണ് കിട്ടുന്നത്. ഇനി അതിനൊന്ന് ആഡ് ചെയ്ത് എഴുതാം. സോ വാട്ട് വി വിൽ ഗെറ്റ് -2kq ഇൻറ്റു ക്യാപിറ്റൽ Q ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് kq² ബൈ 2x വിൽ ബി ഈക്വൽ ടു 0. അതർവൈസ് എങ്ങനെ എഴുതാം? kq² ബൈ 2x ഇസ് ഈക്വൽ ടു 2k സ്മോൾ q ക്യാപിറ്റൽ Q ബൈ എക്സ് എന്ന് എഴുതാം അല്ലേ? അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയേ ഉള്ളൂ. ഇനി അതിൽ നിന്ന് സ്മോൾ q എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ബാക്കി ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? അപ്പോൾ സ്മോൾ q വിൽ ബി ഈക്വൽ ടു 4 ക്യാപിറ്റൽ Q ആണ്. അല്ലെങ്കിൽ നമുക്ക് കാണാനുള്ളത് എന്താണ്? ക്യാപിറ്റൽ Q ബൈ സ്മോൾ q ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/4. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജികളുടെ സമ്മ് 0 ആണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് റേഷ്യോ കിട്ടും. ക്യാപിറ്റൽ Q ബൈ സ്മോൾ q ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 or 1:4. The second part of the question is obtain the expression for the electric field intensity due to a uniformly charged spherical shell of radius capital R at a point distance small r from the center of the shell outside it. Here we can consider a uniformly charged spherical conductor which has a radius capital R. Let Q be the total charge on the surface. Okay. Here I am giving a quick review only because we have already discussed the topic. Okay. If you have any doubts, you can refer that video. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ക്വിക്ക് ആയിട്ടുള്ളൊരു റിവ്യൂ ആണ് തരുന്നത്. So in order to find the electric field at P, what we have to do? Here we have to consider a Gaussian surface. Okay. So ഏത് ഷേപ്പിലായിരിക്കും Gaussian surface? That should be in the form of a sphere, okay, having radius capital R that is shown in the diagram. Now we can apply Gauss's theorem. അപ്പോൾ എന്ത് കിട്ടും? ഇൻറ്റഗ്രൽ E dot ds is equal to 1/epsilon 0 q ആണ്. സോ E into ഇൻറ്റഗ്രൽ ds will be equal to 1/epsilon 0 q. അവിടെ ഇൻറ്റഗ്രൽ ds എന്ന് പറയുന്നത് എന്താണ്? എന്തിന് ഈക്വൽ ആണ്? യെസ്, 4πr² ഈക്വൽ ആണ്. സോ E into 4πr² is equal to 1/epsilon 0 q. Therefore E will be equal to 1/4π0 q by r². ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ എത്രയായിരിക്കും? 0 ആണ്. സർഫസിലാവുന്ന സമയത്ത് ക്യാപിറ്റൽ R ആൻഡ് സ്മോൾ r will be the same. So we can write E is equal to 1/4π0 q by capital R². Clear? Again we have a 5-mark question. Explain the term drift velocity of electrons in a conductor. Hence obtain the expression for the current through the conductor in terms of drift velocity. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ എക്സ്പ്രഷൻ ഫോർ ദ കറണ്ട്. ഡ്രിഫ്റ്റ് വെലോസിറ്റി യൂസ് ചെയ്തുകൊണ്ട് കറണ്ടിനുള്ള എക്സ്പ്രഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളത് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിൻ്റാണ്. നമുക്കൊന്ന് ക്വിക്കായിട്ട് റിവ്യൂ ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. 2 cells of EMFs E1 and E2 and internal resistances R1 and R2 respectively are connected in parallel as shown in the figure. Deduce the expression for the equivalent EMF of the combination. Next one, equivalent internal resistance of the combination, then potential difference between the points A and B.
അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ടോട്ടൽ 5 മാർക്കാണ്. നമുക്ക് ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം. The first question was drift velocity. എന്താണ് drift velocity? That is the average velocity attained by electrons in a conductor due to an electric field. It is called drift velocity. അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ആവറേജ് വെലോസിറ്റി, അതായത് ഒരു കണ്ടക്ടറിലുള്ള ഇലക്ട്രോൺസ് അറ്റൈൻ ചെയ്യുന്ന ആവറേജ് വെലോസിറ്റിയാണ്. കാരണം എന്തുകൊണ്ടാണ് അത് അറ്റൈൻ ചെയ്യുന്നത്? വെൻ വി ആർ അപ്ലൈയിങ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് കാരണം ഒരു കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ഇലക്ട്രോൺസ് അറ്റൈൻ ചെയ്യുന്ന ആവറേജ് വെലോസിറ്റിയാണ് എന്ത് പറയുക? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയാം. ഓക്കെ, ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ദ ആവറേജ് വെലോസിറ്റി അറ്റൈൻഡ് ബൈ ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. നൗ വി ഹാവ് ടു ഡിറൈവ് ദ എക്സ്പ്രഷൻ. എങ്ങനെ കാണാൻ പറ്റും? വെലോസിറ്റിയാണ് ഇവിടെ കാണേണ്ടത് അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ഫോഴ്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഇലക്ട്രോൺ. അതിന് F = QE എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺ ആണ് ചാർജ്. അപ്പോൾ അതുകൊണ്ട് എന്ത് എഴുതാം? -E × E എന്ന് എഴുതാം. കാരണം ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ ഈസ് -E ആണ് അല്ലേ? ഇനി അവിടെ നിന്ന് ആക്സിലറേഷൻ കാണാമല്ലോ. അതായത് F = ma ആണ്. സോ A will be equal to F/m. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു -EE/m. ഇവിടെ നമുക്ക് കാണാനുള്ളത് വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ എങ്ങനെ വെലോസിറ്റി കാണാം? ആക്സിലറേഷൻ = വെലോസിറ്റി ബൈ ടൈം ആണ്. സോ വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു ആക്സിലറേഷൻ ഇൻറ്റു ടൈം. അപ്പോൾ ടി എന്ന് പറയുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ, അതായത് ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻസ്, ഇഫ് ടി ഈസ് ദ ടൈം ഇൻ്റർവെൽ, വി ക്യാൻ റൈറ്റ് V = A × T. ദെൻ വെലോസിറ്റി ഗെയിൻഡ് ബൈ ദ ഇലക്ട്രോൺ എങ്ങനെ എഴുതാൻ പറ്റും? V = എക്ക് പകരം എന്ത് എഴുതാം? -EE/m × T എന്ന് എഴുതാമല്ലോ. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി VD വിൽ ബി ഈക്വൽ ടു -EE/m × T ആവറേജ്. ഓക്കെ, സോ VD = -EE/m × ടോ എന്ന് പറയുന്നതാണ് ആവറേജ് ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻസ്. അതിനെയാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയാം. ഓക്കെ, സോ VD = -EE/m × ടോ ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി. Now we can move to the next question. The question was 2 cells of EMF E1 and E2 and internal resistances R1 and R2 are connected in parallel. Okay, parallel combination case we have to find the expression for equivalent EMF of the combination, equivalent internal resistance of the combination, then potential difference between the points A and B. അപ്പോൾ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? പാരലൽ കോമ്പിനേഷൻ നമ്മൾ അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതായത് EMFs when they are connected in parallel, how we can find the EMF of the combination or equivalent EMF of the combination. So here we have the connections, that is 2 cells connected in parallel, E1 R1 E2 R2 എന്ന് പറയുന്നതാണ് അവിടുത്തെ EMF and internal resistances. ഓക്കെ, അങ്ങനെയാണെങ്കിൽ VAC എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? That is VAC is equal to E equivalent minus I into REQ ആണ്. Okay. Here 1/REQ will be equal to 1/R1 plus 1/R2. So E REQ by REQ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? E1/R1 plus E2/R2 ഈക്വൽ ആണ്. ഓക്കെ, അതുപോലെ തന്നെ N സെൽസ് ഇഫ് യു ആർ കണക്റ്റിംഗ് ഇൻ പാരലൽ, വാട്ട് വി വിൽ ഗെറ്റ്? 1/REQ എന്ന് പറയുന്നത് 1/R1 plus 1/R2 plus എക്സെട്ര പ്ലസ് 1/Rn ഇക്വലൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ EREQ/RREQ എന്ന് പറയുന്നത് R ഇക്വലൻ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? E1/R1 പ്ലസ് E2/R2 പ്ലസ് എക്സെട്ര പ്ലസ് EN/RN ഇക്വലൻ്റ് ആയിരിക്കും. Also the potential difference between A and B will be equal to V is equal to E equivalent minus I REQ ആണ്. Okay. Next is also a 5-mark question. There are 2 questions in it. State the 2 Kirchhoff's rules used in the analysis of electric circuits and explain them. The second part is derive the equation of the balanced state in a Weisstein's bridge using Kirchhoff's laws. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് 5 മാർക്ക്. ഓക്കെ, ഈ ടോപ്പിക്സ് എല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ആണ്. കിർച്ചോഫ്സ് റൂൾസും അതുപോലെ തന്നെ വീസ്റ്റോൺസ് ബ്രിഡ്ജും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. വളരെ ഈസിയാണ്, എന്നാലും നമുക്കൊരു ക്വിക്ക് റിവ്യൂ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് റൂൾ എന്താണ്? കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ ഈസ് ജംഗ്ഷൻ റൂൾ. ഓക്കെ, സോ ദിസ് ജംഗ്ഷൻ റൂൾ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജിന് ഇക്വലൻ്റ് ആണ് എന്ത്? ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം കിർച്ചോഫ്സ് ഫസ്റ്റ് റൂളിനെ? At any junction, the sum of currents entering the junction is equal to the sum of currents leaving the junction. അതായത് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. സിഗ്മ ഐ വിൽ ബി ഈക്വൽ ടു 0 ആണ്. ദ സം ഓഫ് ദ കറണ്ട്സ് എൻറ്ററിങ് ദ ജംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു ദ സം ഓഫ് ദ കറണ്ട്സ് ലീവിങ് ദ ജംഗ്ഷൻ. അതായത് നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഹിയർ വി ഹാവ് 3 ഇൻകമ്മിങ് കറണ്ട്സ്. അതായത് I1, I2, I4 എന്ന് പറയുന്നത് എന്താണ്? എൻട്രിങ് കറണ്ട്സ് ആണ്. ദെൻ ലിവിങ് കറണ്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? യെസ്, I3 ആൻഡ് I5 ആണ്. സോ അങ്ങനത്തെ കേസിൽ എന്ത് പറയാൻ പറ്റും? ദ ടോട്ടൽ കറണ്ട്സ് എൻട്രിങ് ദ ജംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? I1 പ്ലസ് I2 പ്ലസ് I4 ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ. സോ ദാറ്റ് ഈസ് I3 പ്ലസ് I5 ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? I1 പ്ലസ് I2 പ്ലസ് I4 എന്ന് പറയുന്നത് I3 പ്ലസ് I5 ഈക്വൽ ആണ്. ഇനി അതിനൊരു ഇക്വേഷൻ ആക്കിയിട്ട് എങ്ങനെ മാറ്റാം? I1 പ്ലസ് I2 മൈനസ് I3 പ്ലസ് I4 മൈനസ് I5 വിൽ ബി ഈക്വൽ ടു 0. അതായത് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സിസ്റ്റത്തിൽ 0 ആണ്. സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 0. അതായത് ഒരു ജംഗ്ഷനിൽ ഉണ്ടാവുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് 0 ആണ്. സിഗ്മ ഐ വിൽ ബി ഈക്വൽ ടു 0. അതാണ് കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ, അതായത് ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്. Now we have Kirchhoff's second rule, that is loop rule. According to loop rule, the algebraic sum of the changes in potential around any closed loop is 0. അതായത് ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓർ വി ക്യാൻ സേ ദാറ്റ് ദ algebraic sum of the products of resistances and currents through them will be equal to net EMF enclosed by the surface എന്നും പറയാം. ത്രൂ ദ പാത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതായത് സിഗ്മ ഐ ഇൻറ്റു ആർ വിൽ ബി ഈക്വൽ ടു സിഗ്മ ഇ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്കൊരു ക്ലോസ്ഡ് ലൂപ്പ് ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഏതാണ്? ABCD A എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ലൂപ്പാണ് തന്നിട്ടുള്ളത്. അവിടുത്തെ EMF എന്ന് പറയുന്നത് E1, E2 ആണ്. റെസിസ്റ്റൻസസ് R1, R2 ആണ്. ദെൻ കറണ്ട് ഫ്ലോയിങ് ഈസ് I. ഓക്കെ, ഈ ഒരു കേസിൽ നമുക്ക് എങ്ങനെയാണ് കിർച്ചോഫ് സെക്കൻഡ് റൂൾ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. So we have to remember the definition, that is the algebraic sum of the changes in potential around any closed loop is 0 or sigma delta V is equal to 0. അതായത് നമ്മൾ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 റൂൾസ് ഉണ്ട്. അതായത് സെല്ലിൻ്റെ കേസിലും റെസിസ്റ്ററിൻ്റെ കേസിലും എങ്ങനെയാണ് നമ്മൾ പോസിറ്റീവും നെഗറ്റീവും ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെല്ലിൻ്റെ കേസിൽ ഇഫ് പാത്ത് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ടെർമിനൽ ആണെങ്കിൽ ഡെൽറ്റ വി എന്ന് പറയുന്നത് പ്ലസ് ഇ ആയിരിക്കും. അതായത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് സെല്ലെങ്കിൽ എന്താണ്? പോസിറ്റീവായിട്ടാണ് നമ്മൾ സെല്ലിനെ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇഫ് ദ പാത്ത് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ദ ഡെൽറ്റ വി വിൽ ബി ഈക്വൽ ടു മൈനസ് ഇ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ റെസിസ്റ്ററിൻ്റെ കേസിൽ ഇഫ് ദ പാത്ത് ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് കറണ്ട് ഡെൽറ്റ വി വിൽ ബി മൈനസ് ഐ ആർ. മൈനസ് ഐ ആർ ആണ് ഏത് കേസിൽ? സെയിം പാത്തിലാണ്, അതായത് കറണ്ടും റെസിസ്റ്റൻസും സെയിം പാത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന ഡെൽറ്റ വി എന്ന് പറയുന്നത് മൈനസ് ഐ ആറിന് ഈക്വൽ ആയിരിക്കും. ഇഫ് ദ പാത്ത് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് കറണ്ട്, എടുക്കുന്ന പാത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് കറണ്ടിലാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ വി വിൽ ബി പ്ലസ് ഐ ആർ ആണ്. ഈ 4 കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം. സെല്ലിൻ്റെ കേസിൽ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ഇ ആയിരിക്കും. അതുപോലെ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ വി വിൽ ബി നെഗറ്റീവ് ഇ ആയിരിക്കും. ഇനി റെസിസ്റ്ററിൻ്റെ കേസിൽ കറണ്ടും അതേപോലെ തന്നെ റെസിസ്റ്ററും സെയിം ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ മൈനസ് ഐ ആറും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ പ്ലസ് ഐ ആറുമായിരിക്കും ഡെൽറ്റ വി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ എങ്ങനെയാണ് നമ്മൾ ഈ ലൂപ്പ് ABCD A എന്ന് പറയുന്ന ലൂപ്പിൽ എങ്ങനെയാണ് നമ്മൾ കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അതായത് E1 എന്ന് പറയുന്ന സെല്ലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ E1ൻ്റെ കേസ് ഒന്ന് നോക്കി നോക്കൂ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വരിക? അതായത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ E1 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ദെൻ അടുത്ത വരുന്നത് ഏതാണ്? I എന്ന് പറയുന്ന കറണ്ടും R എന്ന് പറയുന്നതും ഒരേ ഡയറക്ഷനിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? സെയിം ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി നെഗറ്റീവ്. സോ മൈനസ് I R1 ആയി. അടുത്ത കേസിൽ എന്താണ് വരുന്നത്?
യെസ്, EMF ആണ് വരുന്നത്. അത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കണം, നെഗറ്റീവ് ആണ്. സോ -E2. നെക്സ്റ്റ് R2 ഈസ് ഓൾസോ ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് കറണ്ട്, സോ ദാറ്റ് വിൽ ബി മൈനസ്. സോ -IR2 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ദാറ്റ് ഈസ് E1 -IR1 -E2 -IR2 will be equal to 0. Okay, so this is loop rule. I hope it is clear to you, and this loop rule is also in accordance with law of conservation of energy. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞത് എന്താണ്, ജംഗ്ഷൻ റൂൾ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. ഇവിടെ ലൂപ്പ് റൂൾ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ഓക്കെ, the next question is derive the equation of the balanced state in a Weisstein's bridge using കിർച്ചോഫ് ലോസ്. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ കൂടെ ഉള്ളതാണ്. കിർച്ചോഫ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞതിൻ്റെ കൂടെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, എന്നാലും നമുക്കൊന്ന് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാനുള്ളത് വീസ്റ്റോൺസ് ബ്രിഡ്ജിൻ്റെ ബാലൻസ്ഡ് സ്റ്റേറ്റ് ആണ്. അതായത് ബാലൻസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, R1 R2 R3 R4 എന്ന് പറയുന്ന 4 റെസിസ്റ്റൻസസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് IG എന്ന് പറയുന്ന കറണ്ട് എത്രയായിരിക്കണം, 0 ആയിരിക്കണം. അതായത് IG = 0 ആകുമ്പോൾ ഉണ്ടാവുന്ന ആ കേസാണ് എന്ത്, ബാലൻസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഫോർ എ ബാലൻസ്ഡ് വീസ്റ്റോൺസ് ബ്രിഡ്ജ് ദ റെസിസ്റ്റേഴ്സ് ആർ such that the currents through the galvanometer IG is equal to 0. IG 0 ആവുന്ന കേസാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിന് നമുക്കിവിടെ കാണാൻ കഴിയും ABCD എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് നെറ്റ്വർക്കാണ്. അതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണ്. അപ്പോൾ A എന്ന് പറയുന്ന ജംഗ്ഷനിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, I എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്തിട്ട് I1 I2 ആയിട്ട് മാറുകയാണ്. I1 ഫ്ലോസ് ത്രൂ R1, ദെൻ ഇറ്റ് റീച്ചസ് D. അതുപോലെ തന്നെ I2 ഈസ് ഗോയിങ് ത്രൂ R2. ദെൻ D എന്ന് പറയുന്നതും B എന്ന് പറയുന്നതും 2 ജംഗ്ഷൻസ് ആണ്. സോ ദർ വി ക്യാൻ അപ്ലൈ ജംഗ്ഷൻ റൂൾ. ദെൻ വി ഹാവ് ദ കറണ്ട് I3 ദെൻ I4. സോ വി ഹാവ് ടു ഡിറൈവ് ദ condition for balanced state. Okay, here we can apply Kirchhoff's junction rule to B and D. B യും D യും 2 junctions ആണ്. There we can apply junction rule. So what we will get, the junction എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ B നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന കറണ്ട് ഏതാണ്, I2 എന്ന് പറയുന്ന കറണ്ടാണ് entering the junction B. Okay, leaving the junction ഏതായിരുന്നു, I4 ആണ്. സോ I2 will be equal to I4 ആണ്. സോ ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി അടുത്ത D എന്ന് പറയുന്ന ജംഗ്ഷനിൽ എങ്ങനെയാണ് കറണ്ട് വരുന്നത് നോക്കി നോക്കൂ. I1 ആണ് എൻട്രിങ് കറണ്ട്, ദെൻ I3 ഈസ് ദ ലീവിങ് കറണ്ട്. സോ I1 will be equal to I3 ആണ്. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ. Now we can apply loop rule to the closed loop ABDA. ABDA എന്ന് പറയുന്ന ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്യാം. അവിടെ നമ്മൾ ലൂപ്പ് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കറണ്ടും റെസിസ്റ്റൻസും ഏതാണ് വരുന്നത്, I1 R1. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, യെസ്, ഹിയർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് എന്ത് വരുന്നത്, I2 R2 വരുന്നത്. സോ I1 R1 വിൽ ബി ഈക്വൽ ടു I2 R2. അതുപോലെ തന്നെ വി ആർ അപ്ലൈയിങ് ദ ക്ലോസ്ഡ് ലൂപ്പ് റൂൾ ടു CBDC. CBDC എന്ന് പറയുന്നതും അതേപോലെ തന്നെയാണ് വരുന്നത്. CB എന്ന് പറയുന്ന പോർഷനിൽ വരുന്ന കറണ്ട് ഏതാണ്, യെസ്, I4 R4 ആണ്. അതേപോലെ തന്നെ DC എന്ന് പറയുന്ന പോർഷനിൽ വരുന്നത് I3 R3 ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഓൾസോ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ I3 R3 വിൽ ബി ഈക്വൽ ടു I4 R4 ആണ്. സോ ദാറ്റ് ഈസ് ഇക്വേഷൻ 3 and 4. നൗ വി ക്യാൻ ഡിവൈഡ് ദ ഇക്വേഷൻസ്. ഇക്വേഷൻ 3/4 എന്താണ് കിട്ടുക, I1 R1 by I3 R3 വിൽ ബി ഈക്വൽ ടു I2 R2 by I4 R4 ആണ്. ഓൾസോ വി ഹാവ് I1 is equal to I3 and I2 is equal to I4. അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് വിൽ ഗെറ്റ് ക്യാൻസൽഡ് അല്ലേ. സോ R1 by R3 വിൽ ബി ഈക്വൽ ടു R2 by R4 ആണ്. ഓർ R2 by R1 വിൽ ബി ഈക്വൽ ടു R4 by R3. So this is the balance condition for galvanometer to give null deflection. Okay, again we have a 5 mark question. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സിലുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ദ ക്വസ്റ്റ്യൻ ഈസ് ഡ്രോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ഫോർ ആൻ ഇലക്ട്രിക് ഡൈപോൾ ആൻഡ് 2 identical positive charges placed near each other. The second question is, in a parallel plate capacitor with air between the plates, each plate has an area of 6 × 10⁻³ meters square and the separation between the plates is 3 mm.
Then the first question, calculate the capacitance of the capacitor. Second one, if the capacitor is connected to 100 volt supply, what would be the charge on each plate? The third question is, how would charge on plate be affected if a 3 mm thick mica sheet of K is equal to 6 is inserted between the plates while the voltage supply remains connected? Here we can see the equipotential surface for a dipole. Electric dipole in the case, we can see that positive and negative charges are they are separated by a small distance. Up and down the equipotential surface ആണ് ഫസ്റ്റ് കേസിൽ കാണിച്ചിട്ടുള്ളത്. സെക്കൻഡ് കേസിലുള്ളത് ടു ഐഡൻറ്റിക്കൽ പോസിറ്റീവ് ചാർജസ് ആകുമ്പോൾ, അതായത് ടു പോസിറ്റീവ് ചാർജസ് ആണ്, they are repelling each other. Okay, so that also we can understand from the diagram. ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ എയർ ആണ് ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഉള്ളത്. പ്ലേറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 6 × 10⁻³ മീറ്റർ സ്ക്വയർ ആണ്. സോ വി ക്യാൻ റൈറ്റ് എ ഈസ് ഈക്വൽ ടു 6 × 10⁻³ മീറ്റർ സ്ക്വയർ. അതായത് ദെൻ ഡി ഈസ് ഈക്വൽ ടു 3 mm ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഡി ഈസ് ഈക്വൽ ടു 3 × 10⁻³ മീറ്റർ ആണ്. നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഫസ്റ്റ് വൺ കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ ആണ്. പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കേസിൽ എങ്ങനെയാണ് കപ്പാസിറ്റൻസ് കാണാൻ പറ്റുക, സി ഈസ് ഈക്വൽ ടു ε0 A/d ആണ് അല്ലേ. സോ ε0യുടെ വാല്യൂ 8.85 × 10⁻12 ആണ്. സോ എ ആൻഡ് ഡി ആർ ഗിവൺ. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് കിട്ടും, സി ഈസ് ഈക്വൽ ടു 8.85 × 10⁻12 ഇൻറ്റു എ ഇസ് 6 × 10⁻³ × 10⁻³ ഓക്കെ. So that will be equal to 17.7 × 10⁻12 farad ആണ്. So that capacitance we have calculated. അതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇഫ് ദ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു 100 വോൾട്ട് സപ്ലൈ വാട്ട് വുഡ് ബി ദ ചാർജ് ഓൺ ഈച്ച് പ്ലേറ്റ്. അതിൽ ചാർജാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു സി × വി ആണല്ലോ. സോ ക്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, സിയുടെ വാല്യൂ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തതാണ് 17.7 × 10⁻12 ആണ്. വി എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് അല്ലേ, 100 വോൾട്ടാണ്. സോ വി ക്യാൻ മൾട്ടിപ്ലൈ ദാറ്റ്. സോ ക്യൂ വിൽ ബി ഈക്വൽ ടു സി വി, ദാറ്റ് ഈസ് 17.7 × 10⁻12 ഇൻറ്റു 100. So that will be 17.7 × 10⁻10 കൂളം ആണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓവർ. ഓക്കെ, then the last question is, how would charge on the plate be affected if a 3 mm thick mica sheet of K is equal to 6 is inserted between the plates while the voltage supply remains connected. അതായത് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്, ഒരു 3 mm തിക്കായിട്ടുള്ള ഒരു മൈക്ക ഷീറ്റ്, അതിൻ്റെ കെ വാല്യൂ എത്രയാണ്, 6 ആണ്. ഇഫ് ഇറ്റ് ഈസ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഹൗ ദ ചാർജ് ഓൺ ദ കപ്പാസിറ്റർ വിൽ ബി അഫക്റ്റഡ്. അതായത് ന്യൂ ചാർജ് എങ്ങനെ കാണാം എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചാർജ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്, 17.7 × 10 ആണ് അല്ലേ. അതിനിടയ്ക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന മൈക്ക ഷീറ്റിൻ്റെ വാല്യൂ എത്രയാണ്, കെ എന്ന് പറയുന്നത് 6 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ന്യൂ ചാർജ് എങ്ങനെ കാണാം, ക്യൂ ഡാഷ് വിൽ ബി ഈക്വൽ ടു കെ × ക്യൂ കണ്ടാൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ 6 × 17.7 × 10⁻10 ആണ്. ദാറ്റ് വിൽ ബി 1.062 × 10⁻8 കൂളമാണ്. സോ we have concluded all the questions from first, second and third chapters. Hope it is clear to you. Now we can conclude the video. If you like the video, please like, share and subscribe. Thanks for watching.